ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ക്ലാസ് 7 മാത്സ് ചാപ്റ്റർ 13 പേഴ്സൻസ് ശതമാനം. എന്താണ് പേഴ്സൻസ് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയാൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ, ഇത്ര ശതമാനം വിലക്കുറവുണ്ടെന്ന് കാണാറുണ്ട്. അതാണ് ഈ പേഴ്സൻസ് ശതമാനം എന്ന് പറയുന്നത്. ഒരു വസ്ത്രം വാങ്ങിയാൽ ഇത്ര രൂപക്ക് വാങ്ങിയാൽ ഇത്ര ശതമാനം, 10% ഡിസ്കൗണ്ട് തരാം, 20% കീവ് ഉണ്ട്, 30% ഡിസ്കൗണ്ട് ഉണ്ട്, 30% ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതാണ് പേഴ്സൻസ് എന്ന് പറയുന്നത്, ശതമാനം. അപ്പോൾ ശതമാനം കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു 3000 രൂപക്ക് സാധനം വാങ്ങിയാൽ ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 10%, 10% ആണ് നമ്മൾ കാണേണ്ടത്. 3000ൻ്റെ 10%, ഇത്ര ഡിസ്കൗണ്ട് ഇല്ലേ, 3000 രൂപക്ക് സാധനം വാങ്ങിയാൽ 10% ഡിസ്കൗണ്ട്. ഈ പേഴ്സൻറ്റ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പേഴ്സൻറ്റ് എന്നുള്ള ഈ സൈൻ ഒഴിവാക്കിയിട്ട് അതിനെ ബൈ 100, 10/100 ആണ് കാണേണ്ടത്. ബൈ 100 കണ്ടാൽ നമുക്ക് അതിൻ്റെ പേഴ്സൻറ്റ് കിട്ടും. 10%, 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ്. 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. പേജ് നമ്പർ 183 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ്റെ മുന്നായിട്ട് ചെറിയ 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബോക്സിൽ ടേബിളിൽ എന്താണ് പേഴ്സൻറ്റ്, ശതമാനം തന്നിട്ടുണ്ട് 50%, 25%. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം ഭിന്നരൂപമാണ് നെക്സ്റ്റ് ബോക്സിൽ തന്നത്. ഫ്രാക്ഷനിലാക്കിയിട്ട് A/B, P/Q എന്നുള്ള ഫോമിലുള്ളത്, അതാണ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് റെഡ്യൂസ്ഡ് ഫോം, അതിൻ്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ലഘുരൂപമാണ് നെക്സ്റ്റ് തന്നത്. ഇതിനെ ചെറുതാക്കി എഴുതി റെഡ്യൂസ് ചെയ്യുക, അതിനെ വെട്ടി ചെറുതാക്കി എഴുതിയതാണ്, ലഘുരൂപമാക്കി എഴുതിയതാണ് നെക്സ്റ്റ് ബോക്സിൽ തന്നത്. അതുപോലെ നമ്മൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രാക്ഷൻ ഫോമും റെഡ്യൂസ്ഡ് ഫോമും നമ്മൾ എഴുതണം. അപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതലില്ലേ? 50% എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ 100 എന്നാണ്. പേഴ്സൻറ്റേജ് കാണാൻ, ശതമാനം കാണാൻ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ 50%നെ നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതാൻ എന്താ ചെയ്യേണ്ടത്? ബൈ 100 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 25%നെ 25/100. ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമിലെ അതിനെ വെട്ടി ചെറുതാക്കിയല്ലേ ഗ്രൂപം. അപ്പോൾ 50 ഇവിടെ 1 ടൈമാണുള്ളത്. 100ൽ എത്ര 50 ഉണ്ട്? 2 ടൈംസ് ഉണ്ടല്ലേ, 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 1/2 എന്ന് എഴുതാം. 50 ഒരു തവണയാണുള്ളത്, അപ്പോൾ 1. 100ൽ എത്ര 50 ഉണ്ട്? 250 ഉണ്ട്, അപ്പോൾ 1/2 എന്ന് എഴുതാം. നെക്സ്റ്റ് 25%നെ നമുക്ക് 25/100 എന്ന് എഴുതാം, ഫ്രാക്ഷൻ ആക്കിയിട്ട്. അതിനെ റെഡ്യൂസ്ഡ് ഫോം എങ്ങനെ എഴുതാം? 25/100 എന്നുള്ള ഈ നമ്പർ ഈ ഫ്രാക്ഷൻ്റെ റെഡ്യൂസ്ഡ് ഫോം, അതിനെങ്ങനെ നമുക്ക് വെട്ടി ചെറുതാക്കാം. അപ്പോൾ 25 ഇവിടെ ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ 100 എത്ര 25 ആണ്? 425 ആണ് 100 എന്ന് പറയുന്നത്. ഇവിടെ ഒരു 25, 1 × 25 ആണ് 25. 50ൻ്റെ പകുതി എത്രയാണ്? 25. അപ്പോൾ 50ൽ 2 തവണ 25 ഉണ്ട്. 100ൽ എത്ര തവണ ഉണ്ടാവും? വീണ്ടും 50ൽ 2 തവണ, അങ്ങനെ 100ൽ 4 തവണ 25 ഉണ്ട് അല്ലേ. അപ്പോൾ 425 ആണ് 100, 125 ആണ് 25. അപ്പോൾ നമുക്ക് ഈ 25നെ ക്യാൻസൽ ചെയ്യാം. ഇവിടെയും 25 25/25 ആണല്ലോ, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്താണുള്ളത്? 1/4 അപ്പോൾ 1/4 ആക്കില്ലേ, ചെറുതാക്കില്ലേ, റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോമാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് 75%, അതിനെ നമ്മൾ ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതുക? ഭിന്നരൂപത്തിൽ A/B, P/Q, ബൈ ഡിവൈഡഡ് ബൈ. അപ്പോൾ പേഴ്സൻറ്റിനെ നമ്മൾ മാറ്റാൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 75% എന്നുള്ളതിനെ ഫ്രാക്ഷൻ ആക്കി, ഈ പേഴ്സൻറ്റ് ഒഴിവാക്കിയിട്ട് 75/100 എന്ന് എഴുതുക. ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടില്ലേ, പേഴ്സൻറ്റ് ഒഴിവാക്കാൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. പേഴ്സൻറ്റേജ് ശതമാനം കാണാൻ ബൈ 100. ഇതിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ്ഡ് ഫോമിലെ അതിൻ്റെ ലഘുരൂപം, ഇതിനെങ്ങനെ വെട്ടി ചെറുതാക്കാം. 75ൽ എത്ര 25 ഉണ്ട്? 50ൽ 2 25, 3 25 75 ആണ്, 4 25 ആണ് 100. അപ്പോൾ ഇതിൽ 325, 3 25 ആണ് 75. 100ൽ എത്ര 25 ഉണ്ട്? 4 25 ഉണ്ട്. 4 തവണ 50ൽ 2 തവണ, 2 25 കൂടുമ്പോഴാണ് 50 ആവുന്നത്. 4 25 കൂടുമ്പോൾ എന്താവും? 100 ആവും. അപ്പോൾ 3 25 75. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. 50ൽ 2 25 കൂടുമ്പോഴാണ് 50 എന്ന് നിങ്ങൾക്കറിയാലോ. 3 25 കൂടുമ്പോൾ ഒരു 25 കൂടി അടയുമ്പോൾ 75 ആയില്ലേ. ഒരു 25 കൂടി 4 25 ആകുമ്പോൾ അത് 100 ആയി. ഇതെപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഇവിടെ 25ഉം 25ഉം ക്യാൻസലായി 3/4, നമ്മളതിനെ വെട്ടി ചെറുതാക്കി റെഡ്യൂസ്ഡ് ഫോമിൽ റിഡക്റ്റ് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അതിൻ്റെ ലഘുരൂപം ഇതാണ് 3/4 എന്ന് എഴുതാം. ഈ 20%, 20%, ഈ ശതമാനം ഈ പേഴ്സൻറ്റിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താണ് ആ നമ്പറിനെ ബൈ 100 ചെയ്യുമ്പോഴാണ് ആ പേഴ്സൻറ്റ് ഒഴിവാകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫ്രാക്ഷൻ ഭിന്നരൂപത്തിൽ 20/100 എന്ന് എഴുതും. ഇപ്പോൾ 20/100, 20/100, ഈ പേഴ്സൻറ്റ് ഒഴിവാക്കിയിട്ട് ബൈ 100 ഫ്രാക്ഷൻ ഭിന്നരൂപത്തിൽ എഴുതി. ഇതിനെ നമ്മൾ എങ്ങനെ റെഡ്യൂസ്ഡ് ഫോം അതിൻ്റെ ലഘുരൂപം, അതിനെങ്ങനെ നമുക്ക് റിഡക്റ്റ് ചെയ്യാം, വെട്ടി ചെറുതാക്കാം. അപ്പോൾ 20, 100ൽ എത്ര 20 ഉണ്ട്? 100ൽ എത്ര 25 ഉണ്ട്? 4 25 ഉണ്ട്. അപ്പോൾ 5 തവണ 20, 5 20s ആണ് 100, 5 തവണ 2 4 5 6 7 8 9 10, അങ്ങനെ 5 20s കൂട്ടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. അപ്പോൾ 5 20s ആണ് 100, 120 ആണ് 20 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 20 20യും കട്ട് ചെയ്യാം. 20/21 അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/5 എന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ടില്ലേ, വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് എഴുതാം. ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം ലഘു രൂപം, ലഘു ആക്കിയിട്ട് നമുക്ക് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്ന രൂപം 1/5 എന്ന് എഴുതാം.
നെക്സ്റ്റ് ഈ ടേബിളിൻ്റെ താഴെ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറർ സെൽസ് സം ഓഫ് ദർ ഓൾഡർ മോഡൽസ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസസ് ആസ് ഷോൺ ഇൻ ദി ടേബിൾ ബിലോ. ഒരു ഇലക്ട്രോണിക്സ് കമ്പനി അവർ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ചില ഉപകരണങ്ങൾ വില കുറച്ച് വിൽക്കുന്നു. സാധനങ്ങൾ വില കുറച്ചിട്ടില്ലേ, കുറഞ്ഞ റേറ്റിൽ റെഡ്യൂസ്ഡ് പ്രൈസിൽ വില കുറച്ചിട്ട്, റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ താഴ്ത്തിട്ടില്ലേ, വില റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചിട്ട് ഓൾഡർ മോഡൽസിലെ പഴയ സാധനങ്ങൾ വില കുറച്ചിട്ട് റെഡ്യൂസ്ഡ് പ്രൈസിൽ വിൽക്കുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രോണിക്സ് കമ്പനി അല്ലേ. താഴെ അതിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒറിജിനൽ പ്രൈസും റിഡക്ഷനും അല്ലേ, എത്ര വില കുറവാണ് അല്ലേ, അതിൻ്റെ കീവ് എത്ര ഉണ്ട്, കീവ് റിഡക്ഷൻ അല്ലേ, എത്ര പെർസെൻറ്റേജ് കുറവാണ് അല്ലേ, അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അല്ലേ, അതിൻ്റെ പഴയ വില ആദ്യം ഉണ്ടായിരുന്ന ആ വിലയും ആ ഡിവൈസ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് അല്ലേ, ഒറിജിനൽ പ്രൈസ് അത് റിഡക്റ്റ് ചെയ്യുന്നത്, കീവ് എത്ര പെർസെൻ്റ് ആണ് അവർ ഓഫർ കൊടുക്കുന്നതില്ലേ, എത്ര പെർസെൻ്റ് ആണ്, 10% ഓഫറാണ് ലാപ്ടോപ്പിന് കൊടുക്കുന്നത്. മൊബൈൽ ഫോണിലെ അതിൻ്റെ ഉപകരണങ്ങൾ ഡിവൈസ് മൊബൈൽ ഫോണിന് 20% റിഡക്ഷൻ ആണ്, കീവ് ആണ് കൊടുക്കുന്നത്. സ്മാർട്ട് വാച്ചിന് 30% ഓഫ് അല്ലേ, ഓഫർ കൊടുക്കുന്നുണ്ടല്ലേ. ഓൾഡർ മോഡൽ റെഡ്യൂസ്ഡ് പ്രൈസിൽ ഓഫറിൽ വിൽക്കുകയാണല്ലേ. നമ്മൾ ഓഫർ പ്രൈസിന് സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലേ, 10% വിലക്കുറവുണ്ടല്ലേ, 50% ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഷോപ്പ് കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ. കമ്പ്യൂട്ട് ദി കറൻറ്റ് പ്രൈസ് ഓഫ് ഈച്ച് അല്ലേ, ഇപ്പോൾ ഉള്ള വില, കറൻറ്റ് പ്രൈസ് ഓരോന്നിൻ്റെ ഇപ്പോൾ ഉള്ള വില, അതായത് നമ്മൾ ഈ റെഡ്യൂസ് ചെയ്തതില്ലേ ഒറിജിനൽ പ്രൈസിൽ നിന്ന് എത്ര ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ, ആ ബാക്കിയുള്ള പൈസ അല്ലേ, നമുക്ക് ഇപ്പോൾ ഉള്ള കറൻറ്റ് പ്രൈസ് ഇത് ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഇത്ര ശതമാനം കുറയ്ക്കുക അല്ലേ, ഈ പ്രൈസിൽ നിന്ന് നമ്മൾ ഈ 10% ഡിസ്കൗണ്ട് അല്ലേ അത്രയും മൈനസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒറിജിനൽ പ്രൈസ്, കറൻറ്റ് പ്രൈസാണ് ചോദിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് ലാപ്ടോപ്പ് എടുക്കാം. ലാപ്ടോപ്പ് ഒറിജിനൽ പ്രൈസ് എത്രയാണ്, 65,000 65,000 രൂപയാണ്. റിഡക്ഷനിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടല്ലേ, 10% റിഡക്ഷൻ കാണുക. എന്നിട്ട് നമ്മൾ എന്തും കാണണം അല്ലേ, കറൻറ്റ് പ്രൈസ് അല്ലേ, ഇതിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള വില അല്ലേ, നമ്മൾ ഒറിജിനൽ പ്രൈസിന് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ആണുള്ളത്, ആ ഡിസ്കൗണ്ട് കുറച്ചിട്ട് നമുക്ക് എത്ര പൈസക്കാണ് അത് കിട്ടുക എന്നുള്ളതില്ലേ, കറൻറ്റ് പ്രൈസാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിഡക്ഷനിലെ 10%, ഇതിൻ്റെ 10% എത്രയാണെന്ന് കണ്ടിട്ട് ഇതിന്ന് ഇത് മൈനസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റിഡക്ഷൻ 10% ആണ്. അപ്പോൾ 65,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇൻറ്റു 10/100 അല്ലേ. നമ്മൾ ഈ പെർസെൻറ്റിനെ ഒഴിവാക്കാൻ എന്താണ്, ബൈ 100 ആണല്ലേ, 10/100, 20/100, 30/100 അല്ലേ. ഈ പെർസെൻറ്റ് ഒഴിവാക്കാനല്ലേ, ഈ ശതമാനം ഒഴിവാക്കാൻ ബൈ 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 65,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 65,000 ഇൻറ്റു 10/100. ഓക്കെ, സീറോസ് വെട്ടിക്കളയാം അല്ലേ, താഴെ എത്ര സീറോ ഉണ്ടോ അതിനനുസരിച്ച് മുകളിലുള്ള പൂജ്യങ്ങളും സീറോസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് 0/0 ഓക്കെ ക്യാൻസൽ അല്ലേ, 0/0 അല്ലേ, 2 സീറോസ് നമ്മൾ ക്യാൻസൽ ചെയ്ത്. ഇനി ഇവിടെ സീറോ ഇല്ല, അപ്പോൾ ഇവിടുത്തെ വെട്ടാൻ പറ്റില്ല. ഇവിടെ എത്ര സീറോ ഉണ്ടോ അതിനനുസരിച്ച് അത്രയും സീറോ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ, ഒരേ നമ്പേഴ്സാണ്, സീറോയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 6500 ഇൻറ്റു 1 എന്താണ് അല്ലേ, 1നോട് ഇൻറ്റു ചെയ്യുമ്പോൾ 6500 തന്നെയാണ്, 6500 റുപ്പീസിൽ RS എന്ന് എഴുതാം. ഇത്രയും രൂപ നമുക്ക് റിഡക്ഷൻ കിട്ടി. റിഡക്ഷൻ കിട്ടിയത് ഇത്ര പൈസ നമുക്ക് ഇതിന്ന് കീവ് കിട്ടിയിട്ടുണ്ടല്ലേ, കീവ് കിട്ടിയത് ഓക്കെ, ഇത്രയും പൈസ നമുക്ക് 10% ഡിസ്കൗണ്ട് ആണ്, ഇത്രയും പൈസ നമുക്ക് കീവ് കിട്ടിയത്. ഇന്ന് ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഇത്രയും പൈസ നമുക്ക് ഡിസ്കൗണ്ട് ഉള്ള പ്രൈസാണ് ഇത്. അപ്പോൾ ഒറിജിനൽ പ്രൈസിൽ നിന്ന് നമുക്ക് കിട്ടിയ കീവിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, ആ റിഡക്ഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് എത്ര പൈസക്കാണ് സാധനം കിട്ടുക അല്ലെ. ഇപ്പോൾ ഉള്ള കറൻറ്റ് പ്രൈസാണ് ചോദിച്ചത്. കറൻറ്റ് പ്രൈസ് എത്രയാണ് അല്ലേ, ഒറിജിനൽ പ്രൈസ് മൈനസ് റിഡക്ഷൻ. ഒറിജിനൽ പ്രൈസ് 65,000 അല്ലേ, 65,000ന് 6,500 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒറിജിനൽ പ്രൈസ് മൈനസ് റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ കിട്ടിയ പൈസ ഇതല്ലേ, ഇത്ര 10%, ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6,500 ആണ്. അപ്പോൾ മൈനസ് 6,500 ഇതിന്ന് മൈനസ് ചെയ്താലല്ലേ, സബ്സ്ട്രാക്ട് ചെയ്താൽ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 58,500 റുപ്പീസ് അല്ലേ, 58,500 രൂപ അല്ലേ RS എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് മൊബൈൽ ഫോണിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, 25,000 അല്ലേ, 25,000 ആണ്. അതിൻ്റെ റിഡക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത്, 20% അല്ലേ, 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 20%, ഇതിൻ്റെ 20% ആണ് നമുക്ക് കീവ് ഉള്ളത്, റിഡക്ഷൻ ഉള്ളത് അല്ലേ, നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ ആ 20% ആദ്യം കാണുക അല്ലേ, 20% മാറ്റാൻ 20/100 ചെയ്താൽ മതി. ഇതിൻ്റെ അല്ലേ, ഈ പൈസയുടെ അല്ലേ, ഒറിജിനൽ പ്രൈസിൻ്റെ 20% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ റിഡക്ഷനിലെ നമുക്ക് കിട്ടിയ കീവ് മൈനസ് ചെയ്യുക അല്ലേ, കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കറൻറ്റ് പ്രൈസിലെ ഇപ്പോഴുള്ള വില എത്രയാണെന്ന് കിട്ടും അല്ലേ. ഇതിന് 20% ആണ് ഡിസ്കൗണ്ട് ഉള്ളത്, നമുക്ക് കീവ് ഉള്ളത്, റിഡക്ഷൻ ഉള്ളത്. അപ്പോൾ 20% കണ്ടിട്ട് ഈ ഒറിജിനൽ പ്രൈസ് നമ്മൾ ഇതിനെ കുറയ്ക്കണം അല്ലേ, സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഒറിജിനൽ പ്രൈസ് 25,000, റിഡക്ഷൻ എത്രയാണ് 25,000 ഇൻറ്റു അതിൻ്റെ 20% ആണ്. ഓക്കെ, ഇതിൻ്റെ 20% ഡിസ്കൗണ്ട് ഉള്ളത്. 20% ശതമാനത്തിന് പോക്കാൻ ബൈ 100 അല്ലേ, 20/100 അല്ലേ, 25,000ൻ്റെ 20/100 ആണ് ഡിസ്കൗണ്ട് ഉള്ളത് അല്ലേ, 20%. ആ പെർസെൻറ്റിന് പോക്കാൻ നമ്മൾ 20/100 എന്ന് എടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് സീറോസ് കട്ട് ചെയ്യല്ലേ, ഇവിടെ ഒരു സീറോ, ഇവിടെ ഒരു സീറോ അല്ലേ, ഇവിടെ ഒരു സീറോ, ഇവിടെ ഒരു സീറോ. അപ്പോൾ 5000 എന്ന് കിട്ടിയില്ലേ, 250ഉം 250 അല്ലേ, 25 ഇൻറ്റു 2 എന്താണ് 50 ആണ്. ദെൻ 2 സീറോസ് ഉണ്ട് അല്ലേ, 2 സീറോസ് ഉണ്ട്. അപ്പോൾ 5000 അല്ലേ, 5,000 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ 5,000 പറഞ്ഞ റിഡക്ഷൻ ആണല്ലേ, നമുക്ക് 20% നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത്രയും രൂപ നമുക്ക് ഇതിന്ന്
റിഡക്ഷൻ ഉണ്ട് അല്ലേ, കീവ് ഉണ്ട്. അപ്പോൾ കീച്ചാലില്ലേ നമ്മൾ മൈനസ് ചെയ്താൽ 25,000 നിന്ന് ഈ 5,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 25,000 മൈനസ് 5,000 20,000 അല്ലേ, 20,000 റുപ്പീസിനാണ് നമ്മളെ കറണ്ട് പ്രൈസിലെ ഇപ്പോഴുള്ള വില അല്ലേ. ഇപ്പോഴുള്ള വില നമ്മൾ ഒറിജിനൽ പ്രൈസിൽ നിന്ന് റിഡക്ഷൻ 20% മൈനസ് ഇല്ലേ, നമുക്ക് കിട്ടുന്ന ഓഫറാണ്. ഡിസ്കൗണ്ടിൽ 20% മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 20,000 എന്ന് കിട്ടി. അതൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ 20,000 25,000 നിന്ന് ഒരു 5,000 അല്ലേ, 5,000 പോയാൽ പിന്നെ 20,000 അല്ലേ ഉള്ളത്. നെക്സ്റ്റ് സ്മാർട്ട് വാച്ചിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 12,000 അല്ലേ, 12,000 രൂപയാണ്. അതിൻ്റെ 30% ആണ് നമുക്ക് റിഡക്ഷൻ ഓഫർ ഉള്ളത്, കീവ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പ്രൈസിൽ നിന്ന് 30% കണ്ടിട്ട് നമ്മൾ മൈനസ് ചെയ്യണം. ആ കീവ് മൈനസ് ചെയ്താലാണ് നമുക്ക് കറണ്ട് പ്രൈസ് ഇപ്പോഴത്തെ വില കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒറിജിനൽ പ്രൈസ് ദെൻ റിഡക്ഷൻ കാണല്ലേ, 30% ആണ് നമുക്ക് ഓഫർ ഉള്ളത് അല്ലേ, 30% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 30% നമ്മളെങ്ങനെ മാറ്റുക? 30/100 അല്ലേ, ഈ 12,000ൻ്റെ 30/100 കാണുന്നില്ലേ, ഈ 12,000ൻ്റെ അല്ലേ 12,000ൻ്റെ 30% ആണ് നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത്. 12,000ൻ്റെ 30% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റ് ഒഴിവാക്കാൻ by100 അല്ലേ, പെർസെൻറ്റേജ് എന്നുള്ള ഈ ചിഹ്നം അല്ലേ, ഈ സൈൻ ഒഴിവാക്കിയിട്ട് നമ്മൾ by100 എന്ന് കൊടുക്കുക. 0 ക്യാൻസൽ ചെയ്യാം, ഒരു 0 ഇവിടുന്നു, ഒരു 0 ഇവിടുന്നു അല്ലേ. ബാക്കി എത്രയുണ്ട് അല്ലേ, പൂജ്യങ്ങളെല്ലാം പോയി അല്ലേ. 3/1 എന്താണ്? 3 തന്നെയാണ്. അപ്പോൾ 1200 × 3 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ്? നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ട് എത്ര പൂജ്യം ഉണ്ടോ അതിട്ട് കൊടുക്കുക. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3, 2 3 6, എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 3,600 രൂപ എന്ന് കിട്ടും. നമ്മുടെ കറണ്ട് പ്രൈസ് എന്താണ്? നമ്മുടെ ഒറിജിനൽ പ്രൈസ് മൈനസ് റിഡക്ഷൻ അല്ലേ, എത്ര ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളത് ആ ഡിസ്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് മൈനസ് ചെയ്താൽ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? ഈ 12,000 നിന്ന് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്രയാണ്? 3,600 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 8,400 രൂപ ലാറസ് എന്ന് കിട്ടും. അപ്പോൾ 8,400 രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? സ്മാർട്ട് വാച്ച് കിട്ടും അല്ലേ. ഒരു സ്മാർട്ട് വാച്ചിന് നമ്മുടെ വാച്ചിന് റിഡക്ഷൻ 30% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് അർത്ഥം അല്ലേ? 30% ഇല്ലേ, ആ പെർസെൻറ്റ് കാണുക. ഇതിൻ്റെ 30% അല്ലേ, ഒറിജിനൽ പ്രൈസിൻ്റെ 30% എത്രയാണല്ലേ, എത്ര ശതമാനം? ഈ 30% എന്ന് പറഞ്ഞാൽ എത്രയാണല്ലേ? 30/100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ കിട്ടുന്ന പൈസ അതാണ് റിഡക്ഷൻ അല്ലേ. നമുക്ക് ഇത്ര ഈ പൈസ നമ്മുടെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഈ റിഡക്ഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ്? ആ പൈസക്കായിരിക്കും സാധനം കിട്ടുന്നത് കറണ്ട് പ്രൈസിൽ ഇപ്പോഴുള്ള വില അല്ലേ. ഈ പൈസക്ക് നമുക്ക് സ്മാർട്ട് വാച്ച് വാങ്ങാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബിസിനസ് മാൻ ഡൊണേറ്റ്സ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. ഇൻ എ സെർട്ടൻ മന്ത് ഹി ഗോട്ട് 25,000 rupees ആസ് പ്രോഫിറ്റ്. ഹൗ മച്ച് ഓഫ് ദിസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി? എ ബിസിനസ് മാൻ ഡൊണേറ്റ്സ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. ഒരു ബിസിനസ് മാന് അദ്ദേഹത്തിൻ്റെ മന്ത്ലി പ്രോഫിറ്റ്സിലെ മന്ത്ലി പ്രോഫിറ്റിലെ മാസവരുമാനം എന്താണ്? അതിൽ 2% ഇല്ലേ, 2% ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, കൊടുക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരൻ ഓരോ മാസവും അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 2% ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നു. ഏത്? ചാരിറ്റിയിലേക്ക്. ചാരിറ്റി ആയിട്ട് സംഭാവനയായിട്ട് അദ്ദേഹത്തിൻ്റെ മാസവരുമാനത്തിൽ നിന്നും 2% അല്ലേ, 2% ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലേ, കൊടുക്കുന്നത് അല്ലേ. മന്ത്ലി പ്രോഫിറ്റ് അയാൾക്ക് മാസത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് ലാഭം അല്ലേ, മാസത്തിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നും 2% കൊടുക്കുന്നത്. ഇൻ എ സെർട്ടൈൻ മന്ത് ഹി ഗോട്ട് 25,000 rupees ആസ് പ്രോഫിറ്റ് അല്ലേ. ഒരു മാസം അദ്ദേഹത്തിന് 25,000 രൂപ പ്രോഫിറ്റ് ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ഓഫ് ദിസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി? അതിൽ എത്ര രൂപയാണ് അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയിട്ടില്ലേ സംഭാവനയായിട്ട് നൽകുക? ഒരു മാസം അദ്ദേഹത്തിന് 25,000 രൂപ കിട്ടിയിട്ടുണ്ടല്ലേ, അതിൽ നിന്നും എത്ര രൂപ അദ്ദേഹം ഡൊണേറ്റ് ചെയ്യും ചാരിറ്റിയിലെ സംഭാവനയ്ക്ക് വേണ്ടിയിട്ട്? എത്ര ഡൊണേറ്റ് ചെയ്യും, എത്ര സംഭാവന ചെയ്യും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ 25,000 രൂപയ്ക്ക് 2% ആണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്യല്ലേ, ചാരിറ്റിക്ക് അല്ലേ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25,000ൻ്റെ 2% എന്ന് പറഞ്ഞാൽ എന്താണ്? 25,000 × 2/100 അല്ലേ. ഈ പെർസെൻറ്റേജ്, ഈ ശതമാനം എന്നുള്ളതിനെ മാറ്റാൻ എന്താണ്? by100 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 25,000ൻ്റെ 2% എന്ന് പറഞ്ഞാൽ എന്താണ്? 25,000 × 2%. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിന് മാറ്റാൻ എന്താണ്? 2/100 അല്ലേ. പെർസെൻറ്റ് ഒഴിവാക്കുന്ന പെർസെൻറ്റേജ് ശതമാനം കാണാൻ നമ്മൾ by100 അല്ലേ. 2% എന്ന് പറഞ്ഞാൽ 2/100 ആണ്. അപ്പോൾ 25,000ൻ്റെ 2% എന്ന് പറഞ്ഞാൽ 25,000 × 2/100. അപ്പോൾ ഒരു 0 ഇവിടുന്നു, ഒരു 0 മുകളിൽ നിന്ന് ഒരു 0 വെട്ടുമ്പോൾ താഴത്തുനിന്ന് ഒരു 0 വെട്ടാം. അപ്പോൾ 250 × 2 എന്ന് വരും അല്ലേ. 2/1 എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ 250 2 തവണ അല്ലേ. അപ്പോൾ 250 2 തവണ പറഞ്ഞാൽ എന്താണ്? 250 എന്താണ്? 500 അല്ലേ. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ 25 × 2 എന്താണ്? 50 അല്ലേ. എത്ര പൂജ്യം ബാക്കിയുണ്ട്? ഒരു പൂജ്യം കൂടിയുണ്ട്. അപ്പോൾ 500 രൂപ, 500 RS എന്ന് നമുക്ക് കിട്ടി. 500 രൂപ അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യും അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു മാസം 25,000 രൂപ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 2% അദ്ദേഹം ഡൊണേറ്റ് ചെയ്യുന്നത്, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ 25,000ൻ്റെ 2% എന്ന് പറഞ്ഞാൽ എന്താണ്? 500 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 2.5 lakhs and 5 lakh ആനുവലി. ആനുവലായിട്ട് അല്ലേ, വാർഷിക വരുമാനം എത്രയാണ് ഒരാൾ വാങ്ങുന്നത്? ഒരു പേഴ്സൺ ഏർണിംഗ് എത്ര വരെ വാങ്ങുന്നുണ്ട്? 2.5 ലക്ഷവും 5 ലക്ഷവും അല്ലേ. 2.5 അല്ലേ, 2.5 lakh and 5 lakh അല്ലേ. 2.5 ലക്ഷവും 5 ലക്ഷവും ഒരു ആനുവലായിട്ട് വാർഷിക വരുമാനം വാങ്ങുന്നുണ്ട് ഒരാൾ. മസ്റ്റ് പേ, അങ്ങനെ വാങ്ങുന്ന ഒരാൾ മസ്റ്റ് പേ 5% ഓഫ് ദിസ് ആസ് ഇൻകം ടാക്സ്. അതിൻ്റെ 5% ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യണം അല്ലേ, അടയ്ക്കണം. ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 3.5 lakh പേ? 3.5 ലക്ഷം
വരുമാനമുള്ള ഒരാൾക്ക് എത്ര പെർസെൻറ്റേജ് ഇൻകം ടാക്സ് അടക്കണം? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5% വരുമാന നികുതി അടക്കണം അല്ലേ. അതിൻ്റെ നികുതി ഇൻകം ടാക്സ് അല്ലേ. നമുക്ക് ഒരു വരുമാനം 5 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടാക്സ് അടക്കണം അല്ലേ, അതിൻ്റെ നികുതി അടക്കണം അല്ലേ. നമ്മുടെ വീടിനും നമ്മൾ നികുതി അടക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ വരുമാനമുള്ളവർ, ലക്ഷക്കണക്കിന് സാലറി ഒക്കെ ഉള്ളവർ അതിൻ്റെ നികുതി നമ്മൾ ഗവൺമെൻറ്റിന് അടക്കേണ്ടതുണ്ടല്ലേ, നികുതി അടക്കണം. അതാണ് ഇൻകം ടാക്സ് അടക്കണം. 5 ലക്ഷം വരെ ഉള്ളത്, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളതല്ലേ, വർഷത്തിൽ വരുമാനമുള്ളവർക്ക് എന്താണ് അതിൻ്റെ എത്ര ശതമാനം? 5% വരുമാന നികുതി ടാക്സ് അടക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ 3.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടക്കണം? 3.5 ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് എത്ര നികുതി അടക്കണം അല്ലേ. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്രയാണ്? 5% നികുതി അടക്കണം. അതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യ തന്നെയല്ലേ 3.5 ലക്ഷം എന്ന് പറയുന്നത്. 2.5 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതല്ലേ 3.5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം വരെ എന്താണ്, എത്ര ശതമാനമാണ്? 5% അല്ലേ. 5% ആണ് ടാക്സ് അടക്കേണ്ടത്, നികുതി അടക്കേണ്ടത്. അപ്പോൾ 3.5 ലക്ഷത്തിൻ്റെ അല്ലേ, 3.5 ലക്ഷത്തിൻ്റെ 5% അല്ലേ, 5% നമ്മൾ കാണേണ്ടത്. 3.5 lakh അല്ലേ, 3.5 ഹാഫ് അല്ലേ, 3 lakh അല്ലേ, 3.5 ലക്ഷമാണ്. അപ്പോൾ 3.5യും 1 ലക്ഷവും ആക്കിയിട്ടാണ് ഇത് അല്ലേ. 3.5 എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു 1 lakh അല്ലേ. 1 lakhന് എത്ര സീറോ ഉള്ളത്? 5 zeros ഉണ്ടാവും. ഓക്കെ, 1, 10, 100, 1000, 10,000, ലക്ഷം അല്ലേ. 1 lakh ആണിത്. അപ്പോൾ 1 lakh അല്ലേ, 3.5 ലക്ഷം അല്ലേ. അപ്പോൾ 3.5യും 1 ലക്ഷവും 3.5 ലക്ഷം. അപ്പോൾ എന്താണ് ഈ 0.5 അല്ലേ, പോയിൻ്റ് ഉള്ളത് കൊണ്ട് എന്താണ് അത് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് 3.5 വേറെയും ലക്ഷം വേറെയും ചെയ്തത്. അപ്പോൾ 3.5 ലക്ഷം അല്ലേ. അപ്പോൾ 3.5 lakh എന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം അല്ലേ. 3.5 ലക്ഷം ഇൻറ്റു 5/100 അല്ലേ. 2.5 ലക്ഷവും 5 ലക്ഷവും മുതലല്ലേ 5 ലക്ഷം വരെയുള്ള ഒരാൾക്ക് എന്താണ് അതിൻ്റെ 5% ആണ് അതിൻ്റെ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ എന്താണ് 3.5 ലക്ഷമുള്ള ആനുവൽ ഇൻകം വാങ്ങുന്ന ഒരാൾക്ക് എന്താണ് 5% തന്നെയാണ് അടക്കേണ്ടത് അല്ലേ. അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ് അല്ലേ. പെർസെൻറ്റ് പോക്കാൻ 100 അല്ലേ. അപ്പോൾ അതിൻ്റെ 5/100 ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ. 5% എന്ന് പറഞ്ഞാൽ 5/100. ഇവിടെ ഒരു 0, ഇവിടുന്ന് ഒരു 0, ഇവിടെയും അല്ലേ. അപ്പോൾ 2 zeros നമ്മൾ ക്യാൻസൽ ചെയ്തു. 2 0 ഇവിടുന്നും 2 0 ഇവിടുന്ന് നമ്മൾ ക്യാൻസലായി. അപ്പോൾ ഇവിടെ 1000 ആയി അല്ലേ. അപ്പോൾ 1000നോട് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ സീറോസ് ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ് ഈസി മെത്തേഡ്, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര സീറോ ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക അല്ലേ. ഇവിടെ 35 ആണുള്ളത്, 3.5 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 35നെ 1നോട് ഇൻറ്റു ചെയ്യുമ്പോൾ 35 തന്നെ കിട്ടി. എന്നിട്ട് എത്ര സീറോ ഉണ്ട്? 3 zeros ഉണ്ട് അല്ലേ. ഇവിടെ 3.5 ആണ്. അപ്പോൾ എന്താണ് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 0 കഴിഞ്ഞിട്ട് പോയിന്റ് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് അല്ലെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അത് അതുപോലെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെ. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലേ. ഇൻറ്റു 5 ഉണ്ട്. 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് അല്ലേ. ബാക്കി സീറോസൊക്കെ പോയി. ഇൻറ്റു 5 ഉണ്ട്. 0.0 പറഞ്ഞാൽ എന്താണ് അല്ലേ. ആ 0.0 പറഞ്ഞാൽ 3500 തന്നെയാണ് അല്ലേ. 0.0 നമുക്ക് ഒഴിവാക്കാം. ഇൻറ്റു 5 എന്താണ് അല്ലേ. 35 ഇൻറ്റു 5 എത്രയാണ്? 175. ദെൻ 2 0 ആണുള്ളത്, 2 zeros. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 35 ഇൻറ്റു 5 എന്താണ്? 175 ആണ്. ബാക്കി 2 0 ഉണ്ടല്ലോ. അപ്പോൾ 2 zeros ഇടുക. 17,500 രൂപ എന്ന് കിട്ടിയില്ല, RS എന്ന് കിട്ടി. അപ്പോൾ ഒരു 3.5 ലക്ഷം വരുമാനം വാങ്ങുന്ന ഒരാൾ എത്ര രൂപ അടക്കണം ടാക്സ് ആയിട്ട്? 17,500 രൂപ ടാക്സ് അടക്കണം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, പേഴ്സൺസ് ഏണിംഗ് ബിറ്റ്വീൻ 5 and 10 lakh അല്ലെ. ഒരാൾ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വരുമാനം വാങ്ങുന്നുണ്ടല്ലോ, ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 5 and 10 lakh 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ബിറ്റ്വീൻ ആയിട്ട് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഡ് പേ 5% ഓഫ് 5 lakh ആൻഡ് 20% ഓഫ് ദി എക്സസ് ഓവർ 5 lakh. അയാൾ എത്ര ടാക്സ് അടക്കണം? ഷുഡ് പേ അല്ലേ, പേ ചെയ്യണം. എത്ര പേ ചെയ്യണം? 5% ഓഫ് 5 lakh 5 ലക്ഷത്തിന് 5% അടക്കണം. ആൻഡ് 20% ഓഫ് ദി എക്സസ് ഓവർ 5 lakh 5 lakh കഴിഞ്ഞിട്ടുള്ളതിന് എത്ര അടക്കണം? എക്സസ് ഓവർ അല്ലേ, 5 lakh കഴിഞ്ഞിട്ടില്ലേ, ഓവർ 5 lakh 5 lakhന് ശേഷമുള്ളതിന് 20% 20% എന്താണ് നികുതി അടക്കണം അല്ലേ, അതായത് ടാക്സ് അടക്കണം, പേ ചെയ്യണം. ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakh പേ? എത്ര ഇൻകം ടാക്സിലെ നമ്മൾ എത്ര നികുതി അടക്കണം? ഒരു പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം വാർഷിക വരുമാനം 7 ലക്ഷം അല്ലേ, 7.5 lakh 7 ലക്ഷം വാങ്ങുന്ന ഒരാൾ എത്ര ഇൻകം ടാക്സ് ആണ് അടക്കേണ്ടത്? അപ്പോൾ 7 ലക്ഷം വാങ്ങുന്ന ആൾ എത്ര അടക്കണം അല്ലേ? 5 ലക്ഷത്തിന് 5% നികുതി അടക്കണം. ബാക്കിയുള്ളതിന് എക്സസ് ഓവർ 5 lakh 5 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതിന് 20%. അപ്പോൾ ഇവിടെ 7 lakh ആണുള്ളത്, 7.5. അപ്പോൾ ഇതിൽ 5 lakhന് നമുക്ക് 5% കാണണം 5 lakhൻ്റെ. ബാക്കിയുള്ളത് എത്രയാണ്? 5 കഴിഞ്ഞാൽ 7ലേക്ക് എത്താൻ 2.5 ലക്ഷം കൂടി ഉണ്ട് അല്ലേ. 7 lakh പറഞ്ഞാൽ 5 + 2.5 ആണല്ലേ, 5 ലക്ഷവും 2.5 ലക്ഷം. 5 ലക്ഷത്തിന് നമ്മൾ 5% ആണ് നികുതി അടക്കേണ്ടത്. ബാക്കിയുള്ളതിന് എത്രയാണ്? 20%. അപ്പോൾ ബാക്കി 2.5 ലക്ഷത്തിന് നമ്മൾ 20% കാണണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻകം എത്ര അടക്കണം അല്ലേ, എത്ര ഇൻകം ടാക്സ് അടക്കണം, നികുതി അടക്കണം എന്നുള്ളത് കിട്ടും അല്ലേ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 5 ലക്ഷത്തിൻ്റെ 5%, മിച്ചമുള്ള തുകയ്ക്ക് 20% നികുതി അടക്കണം. 5 ലക്ഷത്തിന് 5%, ബാക്കി വരുന്നതിന് 20% നികുതി അടക്കേണ്ടത്. 7 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടക്കണം? അപ്പോൾ 7 ലക്ഷം അല്ലേ, 7 lakhന് ഒരാൾ എത്ര
5% ആണ് നികുതി അടക്കേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ 7 ലക്ഷം വരുമാനം വാങ്ങുന്ന ഒരാൾ അല്ലേ, അപ്പോൾ അതിൻ്റെ 5 ലക്ഷത്തിന് അയാൾ 5% കൊടുക്കണം. ബാക്കിയുള്ള എത്രയാണ്? 2.5 ലക്ഷം അല്ലേ. ആ 2.5 ലക്ഷത്തിന് എത്ര പെർസെൻറ്റേജ് ആണ്? 20% കാണുക. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. 7 ലക്ഷത്തിൻ്റെ 7.5 ലാക്കിനാണ് നമുക്ക് എത്ര ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളത് കാണാനുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 5ഉം 2.5യും 5 ലക്ഷവും 2.5 ലക്ഷവും ആക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്? 5 ലക്ഷത്തിന് എത്ര പെർസെൻറ്റേജ് ആണ്? 5%ഉം 2.5 ലക്ഷം ബാക്കി വരുന്നതിന് എത്രയാണോ ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ 2.5 ലക്ഷത്തിന് 20% ആണ് കാണേണ്ടത്. 5 ലാക്കിൻ്റെ 5% കാണാം, ബാക്കിയുള്ളതിന് 20%, 20%. അപ്പോൾ 2.5ൻ്റെ 20% കണ്ടിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7.5 ലാക്കിൻ്റെത് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇൻകം ടാക്സ് ഫോർ 5 ലാക്ക് അല്ലേ. 5 ലക്ഷത്തിൻ്റെത് എത്ര വരും? 5 ലാക്കിൻ്റെത് 5 ഇൻറ്റു അല്ലേ 1 ലാക്ക് എത്രയാണ്? 1 2 3 4 5 പൂജ്യം ഉണ്ടാവും 5 ലാക്ക് അല്ലേ. 5 ലാക്കിൻ്റെത് എത്ര ശതമാനമാണ്? 5% അല്ലേ. 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ് അല്ലേ. 5/100 അല്ലേ 5%. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 5% അല്ലേ, 5 ലക്ഷം അല്ലേ. 5 ഇൻറ്റു 1 ലക്ഷം അതല്ലേ 5 ലക്ഷം. 5 ലക്ഷത്തിൻ്റെ 5% എന്നാൽ 5/100 അല്ലേ. 0 0 2 0 ഇവിടുന്നും 2 0 മുകളിൽ നിന്നും ക്യാൻസൽ ചെയ്താൽ 5/1 എന്താണ്? 5 തന്നെയാണ്. അപ്പോൾ 5 ഇൻറ്റു 5 എത്രയാണ്? 5 5 25 അല്ലേ. എത്ര 0 ഉണ്ട്? 1 2 3 അല്ലേ. 3 0. അപ്പോൾ 25,000 അല്ലേ. 25,000 റുപ്പീസ് അല്ലേ. RS എന്ന് നമുക്ക് കിട്ടി. 25,000 രൂപ അല്ലേ. 5 ഇൻറ്റു 5 25. പിന്നെ ഇല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഈസി മെത്തേഡ് എന്താണല്ലേ, സീറോസ് ഇല്ലേ. 1000-നോട് 100-നോട് 10-നോടൊക്കെ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ 5ഉം 1ഉം 5ഉം ആണുള്ളത്. 1 5 5 5 5 25. പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 അല്ലേ. 3 zeros ഉണ്ട്. 25,000 എന്ന് നമുക്ക് കിട്ടി. ഫസ്റ്റ് നമ്മൾ 5 ലക്ഷത്തിൻ്റെത് 5% കണ്ടു. ഇനി 2.5 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് കാണണം അല്ലേ. ഇൻകം ടാക്സ് ഫോർ 2.5 ലാക്ക് അല്ലേ. 2.5 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് 2.5 ലക്ഷം, ബാക്കിയുള്ളതിൻ്റെ എന്താണ്? 20% ആണ് കാണേണ്ടത് അല്ല. ആദ്യമുള്ള 5 ലക്ഷത്തിനാണ് 5% കാണേണ്ടത്. നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് 20%, 20% ആണ് കാണേണ്ടത്. 2.5 ഇൻറ്റു 1 ലാക്ക് 1 2 3 4 5 പൂജ്യം അല്ലേ. അതല്ലേ 1 ലാക്ക് എന്ന് പറയുന്നത് 1 ലക്ഷം ഇൻറ്റു 20/100 അല്ലേ. 20% അല്ലേ. പെർസെൻറ്റിന് ഒഴിവാക്കാൻ എന്താണ്? by100 ആണ് എടുക്കേണ്ടത് അല്ലേ. 20/100 അല്ലേ. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 1 ലാക്ക് അല്ലേ. 2.5 ലക്ഷം അല്ലേ. 1 ലാക്ക് എന്ന് എഴുതിയാൽ നമുക്ക് ഈ പോയിൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 2.5 ലക്ഷം അല്ലേ. 2.5യും 1 ലക്ഷയും 2.5 ലക്ഷം ഇൻറ്റു 20/100 അല്ലേ. 20% അല്ലേ. 20% എന്ന് പറഞ്ഞാൽ 20/100. അപ്പോൾ ഇവിടുന്ന് ഒരു 0 വെട്ടിയാൽ താഴത്തുനിന്നും നമുക്ക് താഴത്തുള്ള ഒരു 0, ഇവിടുന്ന് ഒരു 0 അല്ലേ. അപ്പോൾ 2 0 മുകളിൽ നിന്നും 2 0 താഴത്തുനിന്നും വെട്ടി അല്ലേ. ഫസ്റ്റ് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 2.5നെ ഈ ഒരു 0 ഉള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ 25 ഇൻറ്റു 25 പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 4 4 0 ഉണ്ട്. 1 2 3 4. ബട്ട് ഇവിടെ 2.5 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 2.5 അല്ലേ. ലാസ്റ്റത്തെ ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് തന്നെ പോയിന്റ് ഇടുക അല്ലേ. ലാസ്റ്റിൽ നിന്ന് ഒരു സംഖ്യ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് അല്ലേ. ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 0 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. ഇൻറ്റു 2 ആണ് ഇവിടെ ബാക്കിയുള്ളത് അല്ലേ. ബാക്കിയൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വെട്ടിപ്പോയി അല്ലേ. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇൻറ്റു 2 എന്ന് വരും. ആ 0.0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.0 അത് നമുക്ക് ഒഴിവാക്കല്ലേ. 0.0 ആണ്. അപ്പോൾ 25,000 ഇൻറ്റു 2 എത്രയാണ്? 25 ഇൻറ്റു 2 എത്രയാണ്? 50 അല്ലേ. 25 പ്ലസ് 25 ആണ് 50 അല്ലേ. 25 ഇൻറ്റു 2 2 തവണ 25 കൂട്ടിയാൽ 50 എന്ന് കിട്ടി. പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 അല്ലേ. 3 0 ഉണ്ട്. 1 2 3 അപ്പോൾ 50,000 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടി. 50,000 അല്ലേ. 50,000 റുപ്പീസ് കിട്ടി. 2.5 ലക്ഷത്തിൻ്റെത് 5 ലക്ഷത്തിൻ്റെത് 25,000 രൂപയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 7 ലക്ഷം അല്ലേ 7.5 ലാക്കിൻ്റെതാണ് കിട്ടേണ്ടത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 7 ലക്ഷത്തിൻ്റെത് ഇൻകം ടാക്സ് അല്ലേ. ടോട്ടൽ ഇൻകം ടാക്സ് ഫോർ 7.5 ലാക്ക്. 7.5 ലാക്കിൻ്റെ ഇൻകം ടാക്സ് 5 ലക്ഷത്തിൻ്റെതും 2.5 ലക്ഷം രണ്ടിൻ്റെതും കണ്ടു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. 5 ലക്ഷത്തിൻ്റെത് 25,000 പ്ലസ് 2.5 ലക്ഷത്തിൻ്റെ എത്രയാണ്? 50,000 ഈക്വൽ ടു 75,000 അല്ലേ. 50ഉം 25ഉം കൂട്ടിയാൽ 75 അല്ലേ. അപ്പോൾ 75,000 75,000 75,000 റുപ്പീസ് RS എന്ന് നമുക്ക് കിട്ടി ടോട്ടൽ ഇൻകം ടാക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 7 ലക്ഷത്തിൻ്റെതാണ് ചോദിച്ചത്. 5 ലക്ഷത്തിൻ്റെത് കാണുക ആദ്യം, ദെൻ 2.5 ലക്ഷം അല്ലെ. രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. 5 ലക്ഷത്തിൻ്റെതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 5 ലക്ഷത്തിന് 5% ബാക്കിയുള്ളതിനാണ് 20%. അപ്പോൾ 2% കണ്ടിട്ട് നമ്മൾ ടോട്ടൽ കണ്ടു. ഞാനെടുത്തത് മനസ്സിലായില്ലേ? ഇതിൻ്റെ പാർട്ട് 2 വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.